ഹലോ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബേബി ബർത്ത് ഡീറ്റെയിൽസ് ഫ്രെയിമാണ്. 8x6 ഫ്രെയിമാണ് ഞാൻ ചെയ്യുന്നത്. 8x6 വൈറ്റ് ഫ്രെയിം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 2 പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാനാണ്, രണ്ടാമത്തത് സ്റ്റിക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ഞാൻ ക്യാൻവായിൽ തന്നെ 8x6 സൈസിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൊസിഷൻസൊക്കെ. അങ്ങനെ നമ്മൾ ഫ്രെയിമിൽ നിന്ന് ഗ്ലാസ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സൊക്കെ കട്ടൗട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കേഴ്സൊക്കെ കട്ടൗട്ട് ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ എനിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊക്കെ പ്രോപ്പറായിട്ട് പൊസിഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. എവിടെയെങ്കിലും സ്പേസ് കൂടുതലോ കുറവോ ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നോർമൽ ബേബി ബർത്ത് ഡീറ്റെയിൽസ് ഫ്രെയിമിനെക്കാട്ടിലും കുറച്ചും കൂടി ഭംഗി എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതുപോലെ കട്ടൗട്ട്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന ഫ്രെയിംസാണ്. നമ്മൾ എത്രമാത്രം നമ്മുടെ ഫ്രെയിംസിന് ഡീറ്റെയിലിങ്സ് കൊടുക്കുന്നു അത്രത്തോളം അതിൻ്റെ ഭംഗി കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ ഒരു ഷീറ്റിലെടുത്ത് വെക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഭംഗി എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിലൊരു പ്രിൻ്റ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ സ്റ്റിക്കേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ സ്റ്റിക്കേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാൻ നോക്കുക. ഇത് ബേബിയുടെ ഫ്രെയിമല്ലേ, അപ്പോൾ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ബേബി ടൈപ്പ് സ്റ്റിക്കേഴ്സൊക്കെ നോക്കുക. കുറച്ച് സെർച്ച് ചെയ്താലും കുഴപ്പമില്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ആരെങ്കിലും കാണാത്ത രീതിയിലുള്ള സ്റ്റിക്കേഴ്സ് ഒന്ന് ആഡ് ചെയ്യാൻ നോക്കണം. എൻ്റെ ഒരു സജഷനാണ്. പിന്നെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ സൈഡ് കുറച്ച് സ്പേസ് കൂടുതലായിട്ട് തോന്നി. അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഒരു ബോ വെച്ച് സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ സ്റ്റിക്കേഴ്സിനും ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ഡബിൾ സൈഡ് ടേപ്പ്, ഡബിൾ സ്റ്റിക്ക് പല രീതിയിൽ പറയുന്നുണ്ട്. ഞാൻ ഡബിൾ സൈഡ് ടേപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റിക്കേഴ്സിനും ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്ലാസ് ഇടാൻ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതൊന്ന് റിമൂവ് ചെയ്ത് കൊടുത്തിട്ട് ഗ്ലാസ് ഇട്ട് കൊടുക്കാം. ഗ്ലാസ്സിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് തട്ടിക്കൊടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിൻ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്രെയിം ക്ലോസ് ചെയ്യാം. ഫ്രെയിം ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഫർദർ ഡാമേജസ് എന്നൊക്കെ ഫ്രെയിമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളെ പ്രൊഡക്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഇത് കസ്റ്റമറിന് വീഡിയോ എടുത്ത് അന്ന് തന്നെ പോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ കസ്റ്റമറിന് അത് കിട്ടിയെന്ന് പറഞ്ഞു. കസ്റ്റമർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.